സത്യം പറഞ്ഞ ഈ പണവും ബിസിനസ്സും ഒന്നും ഇല്ലാതിരിക്കുന്നതാ ഗോപിയെ നല്ലത്. ഇതിപ്പോ ഹസ്ബൻഡിന് ഉറക്കമില്ലെന്നേ. ഇടയ്ക്ക് ഞാനും കൂടി ഓഫീസിൽ പോകുന്നതാ പ്രണവിന്റെ ഒരു ആശ്വാസം. ഇത് വല്ലാത്ത കോമ്പറ്റീഷനുള്ള ഫീൽഡ് അല്ലേ, ബുദ്ധിപൂർവ്വം നീങ്ങണം. പല തന്ത്രങ്ങളും പ്രണവിന് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. ഓ, ഇതിപ്പോ ഞങ്ങൾ ഉടനെ ചെയ്യാൻ പോകുന്നത് ഒരു 500 കോടി രൂപയുടെ പ്രോജക്റ്റ്. അത് കഴിഞ്ഞ പിന്നെ നോർത്ത് ഇന്ത്യയിലെ ചില ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതെ, വീട് മാറണം. ഇതത്ര സൗകര്യമൊന്നും ഇല്ല. എന്ത് പ്രശ്നം? പണം ഉണ്ടെങ്കിൽ സന്തോഷമൊക്കെ താനെ വന്നോളും. പിന്നെ ആകെപ്പാടെ ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രണവിന്റെ മകയിലൊരു ആന്റിയാ. അവരാണെങ്കിൽ പാരസൈറ്റിനെ പോലെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. പാവല്ലേ, ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാത്തതാ. വല്ലതും തിന്നാനും കുടിക്കാനും കൊടുത്താ ഇവിടെ ഒരു മൂലയ്ക്ക് കടന്നോളും. പിന്നെ ഇവിടെ എനിക്ക് വേലക്കാരിക്ക് ഒരു സഹായവും. അതല്ല വിളച്ചില് കാണിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ പറഞ്ഞു വിട്ടതുപോലെ ചെവിക്ക് പിടിച്ച് തൂക്കി വെളി കളയും. ഒരു മെനകെട്ട സാധനം. ഓക്കെ ഗോപിക, ഞാൻ പിന്നെ വിളിച്ചോളാമേ. നിക്ക് നിക്ക് നിക്ക്, നിന്നേക്കാളും വലിയ മിടുക്കിയായിരുന്നു നിധി. ആ നിധിയെ പുറത്താക്കാൻ ഞാൻ നിന്നെയാണ് കൂട്ടുപിടിച്ചത്. നിധിയെ ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന തന്ത്രം പ്രയോഗിച്ചവളാണ് ഞാൻ. ആ ദൗത്യം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള എനിക്ക് നിന്നെ പുറത്താക്കുക എന്ന് പറയുന്നത് നിസ്സാരമാണ് ശിവാനി. നിനക്കൊരു തോന്നല് കാണും, പ്രണവ് എന്ന പെൺകോന്തം ഭർത്താവിനെ നിന്റെ വാലില് കെട്ടിയിടാൻ നിനക്കെന്നും ആവുമെന്ന്. പക്ഷേ അവനെ എന്റെ വരുതിക്ക് കൊണ്ടുവരാൻ, അവനെ കൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുവിക്കാനുമുള്ള തന്ത്രശക്തി എന്റെ കയ്യിലുണ്ടാവുമെന്നേ നീയൊന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതായിരിക്കും. ഈ വീട്ടിലെ എക്കാലത്തെ അവസാന വാക്ക് ഈ വസുന്ധരയുടേതായിരിക്കും. അതോർത്ത് ജീവിച്ചാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് നിധിയുടെ അതേ ഗതികേട് തന്നെ വരും. ഓർത്തോ നീ. ഒന്ന് നിന്നെ. സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ കാണുന്നതെല്ലാം അങ്ങ് യാഥാർത്ഥ്യമാവുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഡ്ഢിയാവരുത്. ഇപ്പോ ഈ ഈശ്വരമംഗലം വീടും സർവ്വ സ്വത്തുക്കളും പ്രണവിന്റെ പേരില. നിങ്ങൾക്കിനി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതെ, എല്ലാം പ്രണവിന്റെ പേരിൽ എന്നത് തന്നെയാണ് പ്രശ്നം. നിന്റെ പേരില് ഒരു കുന്തവും ഇല്ല. വസുന്ധര വെറും വാക്ക് പറയില്ല. നീ തൽക്കാലം ഒന്ന് സമാധാനപ്പെട്ട് നിക്ക്. നിനക്ക് നേരെ പ്രണവ് തിരിയാൻ വേണ്ട കരുക്കളൊക്കെ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. വലിയ സമയം എടുക്കാതെ തന്നെ അതിന്റെ റിസൾട്ടും കിട്ടും. ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ റൂമിൽ പോയി നോക്കിയിട്ട് വരുമായിരുന്നു. എന്ത് പറ്റി പ്രണവ്? ഇന്ന് ഒരു സ്പെഷ്യൽ ഡയറക്ട് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ഒരു ആവശ്യം ഉന്നയിച്ചു. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നത്. മീറ്റിംഗിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശിവാനി എന്റർപ്രൈസസ് എന്ന നമ്മുടെ കമ്പനി ഡെവലപ്പ് ആവണമെങ്കിൽ ആന്റിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ആ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്തിനാ പ്രണവ് രണ്ടാമതൊരാള്? പ്രണവിന് ഒറ്റയ്ക്ക് നടത്താനുള്ള കഴിവുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ബിസിനസിനെ കുറിച്ച് നിനക്ക് എന്തോന്നറിയാ ശിവാനി? അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് വെറുതെ അഭിപ്രായം പറയുന്നു. അതല്ല പ്രണവ്, ഞാൻ പറയുന്നത് നീ ഒന്നും മിണ്ടായിരിക്കും. ആന്റി, നാളെ ഓഫീസിലോട്ട് വരുമോ ഇല്ലോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വരണം, വന്നേ പറ്റൂ. പ്രണവ്, ഞാൻ പ്രണവിന്റെ ഭാര്യയാ. ഭാര്യയാണെങ്കിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. കണ്ടല്ലോ, കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാ. പതുക്കെ പതുക്കെ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കോളും.